കോഴിക്കോട് നല്ലളം അരീക്കാട് നിവാസികൾ പ്രതിഷേധത്തിലാണ്. മരം വീണ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടതിലും വീടുകളുടെ മേൽക്കൂരകൾ തകരുകയും ചെയ്ത സംഭവത്തിലാണ് നാട്ടുകാരുടെ പ്രതിഷേധം. സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഡീസൽ പ്ലാന്റിലെ മരങ്ങളാണ് കനത്ത മഴയിലും കാറ്റിലും നിലം പതിച്ചത്. മരങ്ങൾ മുറിച്ചു മാറ്റാൻ നിരവധി തവണ പരാതി നൽകിയിട്ടും അധികൃതർ നടപടി സ്വീകരിച്ചില്ലെന്നാണ് ആരോപണം. ശക്തമായ കാറ്റിലും മഴയിലും റെയിൽവേ ട്രാക്കിൽ വീണ്ടും മരം വീണതിനെ തുടർന്നാണ് ട്രെയിൻ ഗതാഗതം 6 മണിക്കൂറിലേറെ തടസ്സപ്പെട്ടത്. 3 വൻമരങ്ങളും 10ഓളം വീടുകളുടെ മേൽക്കൂരകളുമാണ് തകർന്ന് പാളത്തിൽ പതിച്ചത്. ഇന്നലെ രാത്രിയും മരം വീണ് ട്രെയിൻ ഗതാഗതം നിലച്ചിരുന്നു. ഇതിന് സമീപത്ത് തന്നെയാണ് വീണ്ടും മരങ്ങൾ വീണത്. ട്രാക്കിലെ ഇലക്ട്രിക് ലൈനിന് മുകളിലേക്കാണ് മരങ്ങൾ വീണത്. ഇന്നലെ ഉണ്ടായ അപകടം വളരെ പ്രയാസപ്പെട്ടിട്ടാണ് എന്തിട്ടുള്ളത്. എല്ലാവരും കൂടി പരിശ്രമിച്ചിട്ടാണ് രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇന്ന് വീണ്ടും രാവിലെ തന്നെ 7:45 കൂടിയിട്ടാണ് ഇന്നിപ്പോൾ ഈ മരം എന്ത് ചെയ്തിട്ടുള്ളത് വീണ്ടുള്ളത്. ഒരു മരമല്ല, 2-3 മരം കോഴിക്കോട് ഡീസൽ പ്ലാന്റിന്റെ ഉള്ളിൽ നിന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത് ട്രാക്കിലേക്ക് വീണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയും ഒരുപാട് മരങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്. ഈ ട്രാക്കിന്റെ പുറത്ത് ഒരുപാട് മരങ്ങളുണ്ട്. അപ്പോൾ റെയിൽവേ ട്രാക്കിനോട് ചേർന്ന് നിൽക്കുന്ന മുഴുവൻ മരങ്ങളും മുറിച്ച് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള പ്ലാന്റിലെ മരങ്ങൾ മുറിച്ചു മാറ്റാൻ നിരവധി തവണ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അധികൃതർ ചെവിക്കൊണ്ടില്ലെന്നാണ് പരാതി. റെയിൽവേ അധികൃതരും ബന്ധപ്പെട്ടവരോട് നിരവധി തവണ അപകടം ക്ഷണിച്ചു വരുത്തുന്ന മരങ്ങൾ മുറിച്ചു മാറ്റാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇത് ഡീസൽ പ്ലാന്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ വൈദ്യുതി ബോർഡിന്റെ അധീനതയിലുള്ള സ്ഥലമാണ്. നിരവധി തവണ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടുത്തെ പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ കഴിഞ്ഞ പ്രാവശ്യം റെയിൽവേയുടെ ഉദ്യോഗസ്ഥന്മാരായിട്ട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞത് 13 പ്രാവശ്യമെങ്കിലും അവർക്ക് മെമ്മോ കൊടുത്തിട്ടുണ്ട് എന്നാണ്. ആ മെമ്മോ അവർ മുഖവിലേക്ക് എടുത്തിട്ടില്ല. റെയിൽവേ അധികൃതരുമായി സംസാരിച്ച് പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുമെന്നാണ് സ്ഥലം സന്ദർശിച്ച ശേഷം മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞത്. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുമെന്നും ഉടൻ യോഗം ചേരുമെന്നും മന്ത്രി പറഞ്ഞു. ഗതാഗതം പുനഃസ്ഥാപിച്ചെങ്കിലും ട്രെയിനുകൾ വൈകി ഓടുകയാണ്. മംഗലാപുരം തിരുവനന്തപുരം വന്ദേ ഭാരത് 2 മണിക്കൂറോളം വൈകിയാണ് ഓടുന്നത്. നിസാമുദ്ദീൻ എറണാകുളം മംഗള എക്സ്പ്രസ്, അമൃത്സർ തിരുവനന്തപുരം നോർത്ത് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് തുടങ്ങിയവയാണ് വൈകി ഓടുന്ന പ്രധാന ട്രെയിനുകൾ. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള ഡീസൽ പ്ലാന്റിലെ മരങ്ങളാണ് നിരവധി തവണ റെയിൽവേ ട്രാക്കിലേക്ക് കടപുഴകി വീണത്. നിരവധി തവണ റെയിൽവേ മെമ്മോ കൊടുത്തിട്ടും യാതൊരു തരത്തിലുള്ള നടപടിയും എടുത്തില്ല എന്നത് തന്നെയാണ് അധികൃതർ വിശദീകരിക്കുന്നത്. ക്യാമറമാൻ ശശികുമാർ പടന്നക്കാടിനോടൊപ്പം ദിസ്ന സുരേഷ്, ജനം, കോഴിക്കോട്.